polyadmission.org.let എന്നുള്ള അഡ്രസ്സിൽ കയറുക. ആ സൈറ്റിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു മുകളിൽ തന്നെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ആദ്യം നിർദ്ദേശങ്ങളാണ്, 7ഓളം നിർദ്ദേശങ്ങളുണ്ട്. അപേക്ഷകർ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് തുടങ്ങിയ ഇതടങ്ങിയിട്ടുള്ള 2 വർഷ +2 അല്ലെങ്കിൽ VHSC പാസ്സായിരിക്കണം. ഈ 2 വർഷം ഇതിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ സ്വന്തം മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 7ഓളം നിർദ്ദേശങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് മൊബൈലിലാണ് ചെയ്യുന്നത്. മൊബൈലിലും നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്താൽ മൊബൈലിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള വിവരങ്ങൾ, പേരുണ്ട്, അഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ടതിനുള്ള നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ ID, പിന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ നമ്മുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള അതുപോലെ തന്നെ ഉള്ള നമ്മുടെ നെയിം നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൊടുക്കാനുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID-യുമാണ്. 10 അക്ക മൊബൈൽ നമ്പറും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID-യും. പത്തക്ക മൊബൈൽ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID. പിന്നെ ഫീ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ജനറലാണോ അല്ലെങ്കിൽ കൺസെഷൻ. അപ്പോൾ നമ്മൾ ജനറലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് പ്രൊസീഡ് ചെയ്താൽ ആ OTP എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വീണ്ടും ആവശ്യം വരും. ഇനി നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 3ഓളം ഓപ്ഷനുകൾ. നെറ്റ് ബാങ്കിങ് ഉണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 ഉണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേ 2 ഉണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1-ലൂടെയാണ് നമ്മൾ പോവേണ്ടത്. അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ്, അതിലടിയിൽ UPI പേയ്മെൻറ്റ് ചെയ്യാം. GRN ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. GRN ജനറേറ്റഡ്, ഇതും നമുക്ക് പിന്നീട് റെഫറൻസിന് ആവശ്യമുണ്ടാവും. ഇനി നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളതാണ്. കാർഡാണോ, നെറ്റ് ബാങ്കിങ്ങോ, UPIയോ. UPIയിൽ ആക്കുമ്പോൾ സമയത്ത് നമ്മുടെ UPI നമ്പറോ അല്ലെങ്കിൽ UPI അഡ്രസ്സോ കൊടുക്കുക. നമ്മുടെ UPI അഡ്രസ്സ് ഗൂഗിൾ പേയിലൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ കാണും. ദെൻ വെരിഫൈ ചെയ്യുക. നമ്മുടെ UPI ID വെരിഫൈ ചെയ്യുകയാണ് അടുത്തതായിട്ടുള്ളത്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാം. പേ എന്നുള്ളതിൽ ഇതാകുമ്പോൾ അത് ഒരിക്കലും ഇത് ക്ലോസ് ചെയ്ത് പോകരുത്. മിനിമൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകേണ്ടത്. ഓൾറെഡി നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇനി നോക്കാം. നേരിട്ട് ഗൂഗിൾ പേയിൽ നമ്മൾ കയറിയാൽ അവിടെ ഒരു പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ഇത് വന്നിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് പേ എന്നുള്ളത് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുള്ള അവിടെ പോവുക. അപ്പോൾ യുവർ പേയ്മെൻറ്റ് ബീങ് പ്രോസസ്ഡ്, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ വഴി ചെയ്യുകയാണെങ്കിൽ ഡു നോട്ട് ക്ലോസ്. അപ്പോൾ യുവർ ഓൺ ടൈം രജിസ്ട്രേഷൻ ടു ഡിപ്ലോമ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ഹാസ് ബീൻ സക്സസ്ഫുൾ കംപ്ലീറ്റഡ് ആൻഡ്. അപ്പോൾ ഇതിൻ്റെ റിസിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ദെൻ വീണ്ടും നമ്മൾ ഒന്നുകൂടിയും
പോളി അഡ്മിഷൻ്റെ സൈറ്റിൽ ഒന്നും കൂടി നമ്മൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, ലോഗിൻ ചെയ്യുക. polyadmission.org/let എന്നുള്ളതിൽ നമ്മൾ കയറി. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് കയറും. കാൻഡിഡേറ്റ് ലോഗിനിൽ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്നിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ വെച്ചാണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് ആയിട്ട് നമുക്ക് OTP ആണ്. ഓക്കെ, അപ്പോൾ യൂസർ നെയിമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. മൊബൈൽ നമ്പറും കൊടുത്താൽ നമുക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ OTP ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. OTP മൊബൈലിലെത്തുന്നു. ആ OTP എൻ്റർ ചെയ്ത് നമ്മളെ ലോഗിൻ ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഓൺലൈൻ ID ഇതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അപ്പോൾ ഓരോരോ സമയത്ത് സ്ക്രീനിൽ വരുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഗവൺമെൻറ് കോട്ട സീറ്റ്, ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ഇതൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. കോളേജുകളും മറ്റൊക്കെ സെലക്ട് ചെയ്യാനുണ്ട് ആദ്യം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് 5ഓളം നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും ആ നിർദ്ദേശങ്ങൾ വായിച്ചതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. ആദ്യം ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം കൊടുത്തതിൻ്റെ കൂടെ തന്നെ നെയിം ഓഫ് ദി ഫാദർ ഉണ്ട്, അത് എൻറ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് നെയിം ഓഫ് ദി ഫാദർ, മദർ ആൻഡ് ഗാർഡിയന്. അത് കഴിഞ്ഞതിന് ശേഷം റിലേഷൻഷിപ്പ് കാണിക്കാനുള്ളത് ആരാണ് എന്നുള്ളത് മുകളിൽ എൻ്റർ ചെയ്തത് ആരാണ് എന്നുള്ള റിലേഷൻഷിപ്പ് കാണിക്കുക. ഓക്കെ, ഫാദറാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ആധാർ നമ്പറാണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. ഓക്കെ, ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ നമ്മൾ കേരളയിലാണോ അല്ലേ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേരളക്കാരനാണോ അല്ലേ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്തുമുള്ള നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, കേരളയിട്ട്, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ നാഷണാലിറ്റി, നേറ്റീവ് ഡിസ്ട്രിക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഒരു ആനുവൽ ഫിനാൻഷ്യൽ ഇൻകം കാണിക്കുന്നുണ്ട്, അതും കൂടി ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആനുവൽ ഫിനാൻഷ്യൽ ഇൻകം എത്രയാണെന്നും കൂടി അടിക്കുക. അതിന് ശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്താലേ നമുക്ക് നമ്മുടെ ഓപ്ഷൻസുകൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇത് ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റി. ഇനി ആദ്യം നമുക്ക് കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ളത്. ഓക്കെ, മുസ്ലിമാണ്, ഏതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി. ഓക്കെ, നോൺ ക്രിമിലിയറാണ്. ദെൻ വെദർ ബിലോങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹിയറിംഗ് എംപയർഡ് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസാണ്. നമ്മുടെ +2ൻ്റെ ഡീറ്റെയിൽസാണ്. HSC ആയിരുന്നു, ഹയർ സെക്കൻഡറി ആയിരുന്നു. 6 സബ്ജക്റ്റുള്ള സയൻസ് സബ്ജക്റ്റ് ആയിരുന്നു. ഇയർ ഓഫ് പാസിങ്. ഓക്കെ, ലാറ്ററൽ എൻട്രി 2021 പാസ്സായതിന്. ഓക്കെ, അതിനുശേഷം എക്സാം രജിസ്ട്രേഷൻ നമ്പർ, ഇയർ ഓഫ് പാസിങ് 2021, നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ് നിങ്ങൾ അയക്കുക. ഓക്കെ, 2021. 2022 ഉള്ളവർ 2022 ചെയ്യാവുന്നതാണ്. എക്സാം രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നിങ്ങൾ എക്സാം എഴുതിയ സമയത്തുള്ള രജിസ്ട്രേഷൻ നമ്പർ.
അതിനുശേഷം നിങ്ങളുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് 200ലേക്കുള്ളത് നമ്പർ ഓഫ് ചാൻസ് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ കമ്പ്യൂട്ടേഴ്സ്, ദെൻ ലാസ്റ്റ് മാത്തമാറ്റിക്സ്. ഓരോന്നിനും 200 ലഭിച്ച +1 +2 ലഭിച്ചിട്ടുള്ള മാർക്കുകളാണ് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. 200ലേക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്, അതായത് നമ്മുടെ +2 സർട്ടിഫിക്കറ്റിലുള്ള ലാസ്റ്റ് കാണുന്ന ഗ്രാൻഡ് ടോട്ടലിൽ കാണുന്ന മാർക്കുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പിന്നീട് തിരുത്തുന്നതിനൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഈ മാർക്ക് ബേസ്ഡാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും അഡ്മിഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷനെ തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയോട് കൂടി എൻ്റർ ചെയ്യുക. ദെൻ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ളത് നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യണം. നമ്മൾ ആദ്യം നേറ്റീവായിട്ടുള്ള നമ്മുടെ ജില്ല എടുത്തിട്ട് നമുക്ക് വേണ്ട രണ്ടാമത്തിൽ ഏതാണ് പോളിടെക്നിക് കോളേജ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് ഉണ്ടാവും, സെൽഫ് ഫിനാൻസ്ഡ് ഉണ്ടാവും, IHRD ഉണ്ടാവും. ഗവൺമെൻറ്റിൽ ഫീസ് ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ മറ്റുള്ളതിലൊക്കെ സെൽഫ് ഫിനാൻസിലൊക്കെ കോഴ്സിനനുസരിച്ചുള്ള ഫീസുകളുണ്ടാവും. അതിനനുസരിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നിങ്ങളുടെ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, അവിടെ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് എന്നുള്ള പച്ച രീതിയിൽ വരും. ഇങ്ങനെ ഓരോ ഇതിലും 30ഓളം ഓപ്ഷൻസുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓരോന്ന് സെലക്ട് ചെയ്യുക. ആദ്യം ജില്ല സെലക്ട് ചെയ്യുക, പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. നമുക്ക് 30ഓളം കോളേജുകൾ, 30ഓളം കോഴ്സുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 27ഓളം ഓപ്ഷനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, പച്ച അതിൽ വലതുവശത്ത് കാണുന്ന പച്ച ഗവൺമെൻറ് കോളേജും മറ്റുള്ള മഞ്ഞകൾ IHRD, സെൽഫ് പോലത്തും. അതിനുശേഷം നമ്മൾ ഓപ്ഷൻ ബ്ലോക്ക് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മുൻഗണന മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എത്രാമത്തതായിട്ട് വേണ്ടതെന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം നമ്മളൊരു ഡിക്ലറേഷൻ I agree എന്നുള്ളടത്ത് നോക്കിയിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതുവരെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു പ്രിവ്യൂ നോക്കാം. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈനൽ സബ്മിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും മൊബൈലിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ള എററുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ പ്രത്യേകിച്ച് ക്വാളിഫയിങ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അതിലെന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. അതിൽ കൊടുത്തിട്ടുള്ള മാർക്കിൻ്റെ നമ്മുടെ അഡ്മിഷനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ കൊടുക്കുന്നത്, ഓപ്ഷൻ്റെ ഓക്കെ, എന്തെങ്കിലും ഓപ്ഷനിൽ എന്തെങ്കിലും തെറ്റ് തിരുത്തങ്ങളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ ആയിട്ട് സബ്മിഷനിലേക്ക് കൊടുക്കുന്നത്. ദെൻ ഫൈനൽ സബ്മിഷനിലേക്ക് പോകാം. ഓക്കെ, മോഡിഫൈ ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യാം. ഓക്കെ, ദെൻ സേവിൽ ഇതാകുന്നു. ദെൻ ആപ്ലിക്കേഷൻ നോട്ട് ഡൗൺ ദ ആപ്ലിക്കേഷൻ നമ്പർ ഫ്യൂച്ചർ. അപ്പോൾ പ്രിൻ്റ് എന്നുള്ളത് ഇതിൽ നോക്കാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.